ഹായ്. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. ഇതിൽ അഡീഷൻ റിയാക്ഷൻ മുതലാണ് നമ്മൾ ഇന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അപൂരിത ഹൈഡ്രോ കാർബൺ, അതിൽ ഹൈഡ്രജനോ മറ്റ് കോമ്പൗണ്ട്സ്, മറ്റ് മോളിക്യൂൾസോ ചേർന്നിട്ട് അത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു. അതിൽ ഹൈഡ്രജൻ പോലെയുള്ള മറ്റ് മോളിക്യൂൾസ് ചേരുന്നതിനെയാണ് നമ്മൾ ഈ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അൺസാച്ചുറേറ്റഡ്? അതായത് സാധാരണ ഒരു കാർബണ് 4 ബോണ്ട് വേണം, 4 ഹൈഡ്രജൻ. ഇപ്പം മീഥേൻ ആണെങ്കിൽ 4 ഹൈഡ്രജൻ വേണം. അതുപോലെ ഓരോ കാർബൺ ബോണ്ടും ബാക്കിയുള്ള ഹൈഡ്രജനും ഒക്കെ അതിന് ആവശ്യത്തിന് ഹൈഡ്രജൻ ഉള്ള അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി ആവശ്യത്തിന് ഹൈഡ്രജനോ മറ്റ് മോളിക്യൂൾസോ ഇല്ലാതെ വരുമ്പോൾ അവിടെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ അഡീഷണൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷണൽ റിയാക്ഷൻസ് ആർ റിയാക്ഷൻസ് ഇൻ വിച്ച് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് with double or triple bonds combine with certain molecules to form saturated compounds. Unsaturated അപൂരിത ഹൈഡ്രോകാർബൺസ്, അതിൽ ആവശ്യത്തിന് ഹൈഡ്രജൻ ഇല്ലാതെ വരുമ്പോൾ അത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആയിട്ടിരിക്കും. അതിനെയാണ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അത് മറ്റ് മോളിക്യൂൾസുമായിട്ട് ചേർന്നിട്ട് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒക്കെ മാറി സിംഗിൾ ബോണ്ടിലേക്ക് വരും. ഇത് ആൽക്കീൻ ആൽക്കൈൻ എന്നുള്ളതൊക്കെ alkane ആയിട്ട് മാറുന്നു. The reactions in which triple bonded organic compounds partially combine with small molecules to form double bonded compounds are also addition reactions. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയാലും അങ്ങനെ വന്നാലും അത് അഡീഷൻ റിയാക്ഷൻ ആണ്. ഇനി ഡബിൾ ബോണ്ട് സാച്ചുറേറ്റഡ് ആയിട്ട് സിംഗിൾ ബോണ്ടിലേക്ക് വന്നാൽ അതും അഡീഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റിലെ ചെറിയൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനുശേഷം മെയിൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത് ഓരോ പേജിലേക്ക് ഫില്ല് ചെയ്ത് പോവാം. ഇവിടെ ഫസ്റ്റ് കുറച്ച് എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. CH4 CH2 ഡബിൾ ബോണ്ട് CH2 CH ട്രിപ്പിൾ ബോണ്ട് CH. വിച്ച് എമംഗ് ദീസ് ആർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്? ഇതിൽ അൺസാച്ചുറേറ്റഡ് ഏതാണ്? ഇതിൽ നോക്കുക, CH4 ഒരു കാർബണിന് 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ കാർബണിന്റെ വാലൻസി 4 ആയതുകൊണ്ട് തന്നെ 4 ഹൈഡ്രജൻ വന്നു കഴിയുമ്പോൾ അവിടെ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് സാച്ചുറേറ്റഡ് ആണ്. ഇനി വരുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് വെച്ചാൽ അതിന് ഇവിടെ ഒരു കാർബണ് 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സാച്ചുറേറ്റഡ് അല്ല. അതുപോലെ ഇവിടെ ഒരു കാർബണിന് ഒരു എച്ചേ ഉള്ളൂ. പിന്നെ കാർബൺ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ഇതും അൺസാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ഇനി അതിൻ്റെ പേരുകൾ. ഇതിൽ ആദ്യത്തേത് CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അപ്പോൾ ഇത് ഈതെയിൻ അല്ല, ഈതീൻ ആണ്. കാരണം ഡബിൾ ബോണ്ടാണ്. ഈ TH ANA അല്ല, ANA ആണ് സിംഗിൾ ബോണ്ട് വരണം. ഈതെയിൻ അല്ല, ഈതീൻ ENA ആണ്. അതുപോലെ അടുത്തത് CH ട്രിപ്പിൾ ബോണ്ട് C, ഈ TH YNE ആണ്, ഈതൈൻ ആണ്. കാരണം ഇവിടെയും ട്രിപ്പിൾ ബോണ്ടാണ്. ഇനി ഇത് മീഥെയിൻ ആണ്, മീഥെയിൻ പക്ഷേ അൺസാച്ചുറേറ്റഡ് അല്ല, ഇത് സാച്ചുറേറ്റഡ് ആണ്. ഇനി എൻ്റെ താഴെ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഈതെയിൻ ഈതീൻ CH2 CH4. ഈതീൻ ആണ് ആൻഡ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ ആസ് കാറ്റലിസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഈസ് ഗിവൺ. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് നിക്കൽ കാറ്റലിസ്റ്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ H2 ആണ് ഇവിടെ ഇതിനോട് കൂടിച്ചേരുന്നത്. ഈ ഇതിൻ്റെ സ്ട്രക്ചർ കാർബൺ ഒരു ബോണ്ട്, കാർബണും ഹൈഡ്രജൻ ഒരു ബോണ്ട്, ഇവിടെയും കാർബൺ ഹൈഡ്രജൻ ഒരു ബോണ്ട്, ഇവിടെ അങ്ങനെ തന്നെ. അതിനോടുകൂടി H2 ചേർന്ന് കഴിഞ്ഞാൽ അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം കൂടി കൂടുതലായിട്ട് കിട്ടി. അപ്പോൾ ഇവിടെയും ഉണ്ടായിരുന്ന ഹൈഡ്രജൻ്റെ കൂടെ ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടെ വന്നു. അതുപോലെ ഈ കാർബണുമായിട്ട് ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടായിരുന്നത്, എക്സ്ട്രാ ഒരു ഹൈഡ്രജൻ. അപ്പോൾ ഈ
ഈത്തീൻ എന്നുള്ളത് ഈതെയിൻ ആയിട്ട് മാറി. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ആയിരുന്നു. അപ്പോൾ പ്ലസ് H2 കിട്ടി. അപ്പോൾ 2 കാർബണും ഓരോ ഹൈഡ്രജനെ കിട്ടി. അപ്പോൾ CH3 എന്നായി. ആവശ്യത്തിന് ഹൈഡ്രജൻ ആയി. അപ്പോൾ ഡബിൾ ബോണ്ട് വേണ്ട, സിംഗിൾ ബോണ്ട് മതി. അപ്പോൾ ഇത് സാച്ചുറേറ്റഡ് ആയി, ഈതെയിൻ ആയിട്ട് മാറി. ഇനി അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ചേഞ്ച് ടേക്ക് പ്ലേസ് ടു ദ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഇൻ ഈതെയിൻ. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് കൺവേർട്സ് ടു സിംഗിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. നമുക്ക് കാണാമല്ലോ, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. കാരണം ആവശ്യത്തിന് ഹൈഡ്രജൻ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അൺസാച്ചുറേറ്റഡ് ആയിട്ട് ഡബിൾ ബോണ്ട് ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയി. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് കൺവേർട്സ് ടു കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. അടുത്തത്, വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഫോംഡ്. അവിടെ ഉണ്ടായ പ്രൊഡക്റ്റ്, ഇവിടെ നമുക്ക് ഈത്തീൻ ആയിരുന്നു തന്ന പ്രൊഡക്റ്റ്, അതിന്റെ റിയാക്റ്റന്റ്. അതിനോടുകൂടി ഹൈഡ്രജനോട് ചേർന്നു, H2 ചേർന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഈതെയിനായി. ഈത്തീൻ എന്നുള്ളത് ETHANE സിംഗിൾ ബോണ്ടായി, അൽക്കൈൻ, ഈതെയിനായി. ഈസ് ദിസ് പ്രൊഡക്റ്റ് സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്. ഇത് സാച്ചുറേറ്റഡ് ആയി. ഇനി അടുത്ത പേജിൽ അതിൻ്റെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Addition reactions are reactions in which unsaturated organic compounds with double bond or triple bonds combine with certain molecules to form saturated compounds. The reaction in which triple bonded organic compounds partially combine with small molecules to form double bonded compounds are also addition reaction. ഇതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ എന്താണ് അഡീഷൻ റിയാക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വിശദീകരിക്കുന്നില്ല. ഇനി complete the chemical equations of the addition reactions of ethine and ethene. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ HC കാർബൺ, ഇവിടെ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടാണ്. അതിൻ്റെ കൂടെ H2 അത് ചേരുന്നു. അപ്പോൾ ഇവിടെ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടിന് വരുന്ന മാറ്റം, ഇവിടെ CH2 CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H, ഇതിനോട് ഹൈഡ്രജൻ കിട്ടിക്കഴിയുമ്പോൾ ഇതിന് വരുന്ന മാറ്റം CH2 ഡബിൾ ബോണ്ട് CH2 എന്നായിട്ട് മാറും. അതായത് ഞാൻ സ്ട്രക്ചർ വരയ്ക്കാം. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയിരുന്നു ആദ്യം, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇതായിരുന്നു ഈ ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടായിരുന്നു ഇതിന്റെ ആദ്യത്തെ രൂപം. ഇനി അവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. അപ്പോൾ 2 ഹൈഡ്രജൻ ഇവിടെ വന്നു. അപ്പം H ഇവിടെ വന്നു. അപ്പോൾ CH2 എന്നായിട്ട് മാറി. ഇനി ഇതിന്റെ കൂടെ വീണ്ടും 2 ഹൈഡ്രജൻ വന്നാൽ ഇതിൽ തന്നെ ഞാൻ വരയ്ക്കാം. വേറെ ഒരു പടം കൂടെ മാറ്റി വരച്ചേക്കാം. ഇതാദ്യം ഇത് തന്നെ വരയ്ക്കുന്നു. C, ഇവിടെ H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H. ഇത് മുകളിലത്തെ അതേ പടം തന്നെയാണ്. ഇനി ഇതിന്റെ കൂടെ പ്ലസ് ഒരു H2 കൂടി വന്നാൽ, അപ്പൊ ഇവിടെ ഒരു H വന്നു, ഇവിടെയും ഒരു H വന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഡബിൾ ബോണ്ടിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് അവിടെ സിംഗിൾ ബോണ്ട് ആവും. അതായത് ഇവിടെ വീണ്ടും ഇതിന്റെ കൂടെ ഹൈഡ്രജൻ വന്നാൽ അത് CH3 ആയി സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 അത് മാറുന്നത് CH3 സിംഗിൾ ബോണ്ടായി. അപ്പൊ ഇത് ETHENE ആയിരുന്നു, ഈത്തീൻ. ഇത് വന്നിട്ട് ANE ആയിട്ട് ഈതെയിൻ ആയിട്ട് മാറി. ഇനി അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് Cl ആണ്. അതായത് ഇത് ഈത്തീൻ ആണ്, ഈതെയിൻ അല്ല, ENE ആണ്. ഇനി അതിൻ്റെ കൂടെ ക്ലോറിൻ കൂടെ ചേരുന്നു. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ CH2 സിംഗിൾ ബോണ്ടാണ് CH2. അപ്പോൾ ഇവിടെ ഒരു Cl വന്നു, ഇവിടെ ഒരു Cl വന്നു. അപ്പോൾ ഇവിടെ 2, ഇങ്ങോട്ടൊന്ന് 3, ഇങ്ങോട്ടൊന്ന് 4. ഇവിടെ ഇങ്ങോട്ടൊന്ന് 1, ഇങ്ങോട്ടൊന്ന് 2, പിന്നെ 2 ഹൈഡ്രജൻ ആറ്റം, അപ്പോൾ 4. അപ്പോൾ ഇത് സിംഗിൾ ബോണ്ട് മതി, സാച്ചുറേറ്റഡ് ആയി. അപ്പോൾ ഇതിന്റെ പേര് 1, 2, 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഡൈ ക്ലോറോ
1,2 ഡൈക്ലോറോ ഈതെയ്ൻ ആയിട്ട് മാറി. ഇനി അടുത്തത് അതിന്റെ തൊട്ട് താഴെ കംപ്ലീറ്റ് ദ ടേബിൾ 2.1 ഗിവൺ ബിലോ. കംപ്ലീറ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് എന്താണ്, അതിന്റെ പേര് എഴുതുക. അപ്പൊ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ആണ് CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 ആണ്. ഇതിന്റെ കൂടെ H2 ചേർന്നാൽ, ഹൈഡ്രജൻ ചേർന്നാൽ, അപ്പോൾ ഈ ഡബിൾ ബോണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഹൈഡ്രജൻ ഇതിന്റെ കൂടെ കൊടുത്താൽ മതി. 2 ഹൈഡ്രജൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ ആദ്യം ഉള്ളത് 3, 3 1 4, 4 2 6 ഹൈഡ്രജൻ ഇവിടെ ഉള്ളൂ, പ്ലസ് H2 ഉണ്ട്. ഇനി അത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് CH3, ഇവിടെ സിംഗിൾ ബോണ്ട് CH, അപ്പോൾ അതിന്റെ കൂടെ ഒരു ഹൈഡ്രജനോട് കൊടുത്താൽ അവിടെ സിംഗിൾ ബോണ്ട് ആക്കാം. ഇവിടെ ഡബിൾ ബോണ്ട് ആയിരുന്നു, ക്വസ്റ്റിനകത്ത് ഇവിടെ ഡബിൾ ബോണ്ടാണ്. ആ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇവിടെ കൊടുത്തു. പിന്നെ അവിടെ CH2 ആയിരുന്നു, ഒരു ഹൈഡ്രജൻ ഇവിടെയും കൊടുത്തു, CH3. അപ്പൊ CH3 CH2 CH3 ആയി. അപ്പോൾ ഈ ഹൈഡ്രജൻ 2 സ്ഥലത്തായിട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ CH CH2 ആയി, ഇവിടെ CH2 CH3 ആയിട്ട് മാറി. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് മാറി ഇവിടെ സിംഗിൾ ബോണ്ടായി. ഇതിന്റെ പേര് പ്രൊപ്പെയിൻ, ANA ആണ്, പ്രൊപ്പെയിൻ ആയിട്ട് മാറി. ഇനി അടുത്ത് CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl ആണ്. അപ്പൊ H ഇവിടെ കൊടുത്താൽ നമുക്ക് സിംഗിൾ ബോണ്ടിനെ മാറ്റാം. അപ്പോൾ ഇവിടെ CH3, ആദ്യം 3 വേണമല്ലോ, CH3 എഴുതി, സിംഗിൾ ബോണ്ട് ആണ്, അപ്പോൾ H പോയി, നമുക്ക് Cl ബാക്കിയുള്ളൂ. ഇനി ഇവിടെ CH2 തന്നെ. അപ്പൊ ഇവിടെ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് വന്നു, ഈ കാർബണ്, ബാക്കി 3 ഹൈഡ്രജൻ, ഇതിന്റെ കാര്യം ഓക്കെ ആയി. ഇനി ഇവിടെ ഇപ്പോൾ ഒരു ബോണ്ട് ഇങ്ങോട്ടുണ്ട്, 2 ഹൈഡ്രജനേ ഉള്ളൂ, അപ്പോൾ 3 ആയിട്ടുള്ളൂ. ഇനി ഒരു ബോണ്ടും വരണം, അല്ലെങ്കിൽ ഹൈഡ്രജനോ എന്തെങ്കിലും അവിടെ വന്നാലാണ് ഇത് കംപ്ലീറ്റ് ആവും. പക്ഷെ നമുക്ക് ഇവിടെ ക്ലോറിനുണ്ട്, HCl-നകത്ത് ക്ലോറിൻ കൊടുത്തു, അപ്പോൾ അവിടെ ഒരു Cl കൊടുത്തു. അപ്പോൾ ഈ കാർബണിന് ഈ 3 ഹൈഡ്രജനും ഈ ഒരു ബോണ്ടും 4 ആയി. ഈ കാർബണ് ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, H2 ഉണ്ട്, 3 ആയി. അപ്പോൾ ഇവിടെ ഒരു ഈ Cl-ആയിട്ടും ഒരു ബോണ്ട് വന്നു, അപ്പോൾ ഇവിടെയും 4 ആയി. അപ്പോൾ അത് സാച്ചുറേറ്റഡ് ആയി. അപ്പൊ ഇതിന്റെ പേര് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം, ഒന്നാമത്തെ സ്ഥാനത്ത് 1 ക്ലോറിൻ ആണുള്ളത്, ക്ലോറോ, 1 ക്ലോറോ, 2 എണ്ണം ഉള്ളത്, അപ്പം ഈതെയ്ൻ. ANA ആണ്, ഈതെയ്ൻ ആണ്. ഇവിടുത്തെ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട് വന്നിട്ടുണ്ട്, അപ്പോൾ 1 ക്ലോറോ ഈതെയ്ൻ. ഇനി അടുത്തത് CH3 CH ഡബിൾ ബോണ്ട് CH3. ഇവിടെ എല്ലാം ആവശ്യത്തിന് ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ ഇവിടെ 2 സ്ഥലത്ത്, ഇവിടെയും ഹൈഡ്രജന്റെ കുറവുണ്ട്, ഡബിൾ ബോണ്ടുമാണ്. അപ്പൊ അതിനെ നമുക്ക് മാറ്റിയാൽ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടി, ഇതെല്ലാം അഡീഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ H2 ആഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ HCl ആഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ HBr ഇതും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും അൺസാച്ചുറേറ്റഡ് ആണ്, ഇത് അൺസാച്ചുറേറ്റഡ് ആണ്, ഇവിടെയും ഡബിൾ ബോണ്ട് ആണ്, അൺസാച്ചുറേറ്റഡ് ആണ്. അപ്പൊ ഈ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ കൂടെ ഇവിടെ ഹൈഡ്രജൻ വന്നു, ഇവിടെ HCl വന്നു, ഇവിടെ HBr വന്നു. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്യുവാണ്. അങ്ങനെ മറ്റ് മോളിക്യൂൾസ് ആഡ് ചെയ്തിട്ട് ഇതിനെ സാച്ചുറേറ്റഡ് ആവുന്ന ആ പ്രോസസ് ആണ് നമ്മുടെ അഡീഷൻ റിയാക്ഷൻ. ഇവിടെ നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്ന അഡീഷൻ റിയാക്ഷനെ പറ്റിയാണ്. അങ്ങനെ ഇവിടെ അഡീഷൻ റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണ് ഇവിടെ എഴുതുന്നത്, അതുപോലെ അതിന്റെ പേര്, അതെല്ലാം സാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഈ CH3, ഇവിടെ CH ആണുള്ളത്, ഇവിടെ എന്തായാലും ഒരു ഹൈഡ്രജൻ ഉണ്ട്, അത് നമുക്ക് ഇവിടെ കൊടുത്താൽ അത് CH2 ആയി. അപ്പൊ ഇത് സിംഗിൾ ബോണ്ട് ആക്കി. ഇനി ഇവിടെ CH ഒരു കുഴപ്പം, ഇവിടെ CH ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് Br ഇതിവിടെ കൊടുത്തു. ഇനി ചെക്ക് ചെയ്തു ആവശ്യത്തിന് ഹൈഡ്രജൻ ഉണ്ടോ. ഇവിടെ ഇങ്ങോട്ടൊരു ബോണ്ട് ഉണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഇങ്ങോട്ടേക്ക് ബോണ്ട് ഉണ്ട്, ഇങ്ങോട്ടേക്ക് 2 ബോണ്ട് ഉണ്ട്, അപ്പോൾ 2 ആയി. അപ്പൊ CH2 ഉണ്ട്, അപ്പൊ ഇവിടെയും 4 കിട്ടി. ഇനി ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ബോണ്ടായി, ഇങ്ങോട്ടേക്ക് ഒരു ബോണ്ട് ഉണ്ട്, ഒരു H ഉണ്ട്, 3 ആയി. ഇങ്ങോട്ട് ഈ ബ്രാഞ്ചിലേക്ക് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ CH3 അത് നേരത്തെ തന്നെ ആവശ്യമുണ്ട്. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, CH3 ഉണ്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തന്നെ അത് കറക്റ്റ് ആയിരുന്നു ഉള്ളത്, ഈ 2 സ്ഥാനത്തും കറക്റ്റ് ആയിരുന്നു. ഈ ഡബിൾ ബോണ്ട് മാത്രമേ നമുക്ക് മാറ്റേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഹൈഡ്രജനെ കൊടുത്തു, ഇവിടെ ആ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് Br കൊടുത്തു. അപ്പൊ ഇതിന്റെ പേര്
Br ആണ് കൊടുത്തത്, ബ്രോമോയാണ്. അപ്പോൾ 2 രണ്ടാമത്തെ സ്ഥാനത്ത് 1, 2, 3, 4 ഇങ്ങനെ ഇങ്ങോട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ചെറിയ സ്ഥാനസംഖ്യ ഇട്ട്. അത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2 ബ്രോമോ. ഇനി ഏതാന്ന് നോക്കുക. 1, 2, 3, 4 2 ബ്രോമോ ബ്യൂട്ട്. അപ്പോൾ സിംഗിൾ ബോണ്ടായി ബ്യൂട്ടെയിൻ. 2 ബ്രോമോ ബ്യൂട്ടെയിൻ ആണ് ഇതിന്റെ പേര്. അപ്പോൾ ഇത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിരുന്നു. അതിന്റെ കൂടെ ഹൈഡ്രജൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇവിടെ HBr, ഇത് ഇങ്ങനെയുള്ള മറ്റു മോളിക്യൂൾസ് ചേർന്നു. അങ്ങനെ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടായി. ആ പ്രൊഡക്റ്റുകളെല്ലാം സാച്ചുറേറ്റഡ് ആണ്. ഇതാണ് അഡീഷൻ റിയാക്ഷൻ. ഇനി മറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ബാക്കി എക്സസൈസിലെ LHSL ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നുകൂടി അതിനെക്കുറിച്ച് ആ ചെയ്യുന്ന കൂടെ ബാക്കി വിശദീകരിക്കാം. ഇനിയുള്ളത് നമുക്ക് പഠിക്കേണ്ടത് പോളിമറൈസേഷൻ ആണ്. അത് അടുത്ത വീഡിയോ